പുരുഷനും അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ടുള്ള അവിഹിതം പറയാൻ പറ്റും, പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മെന്റൽ അബ്യൂസ് ആയാലും ഫിനാൻഷ്യൽ അബ്യൂസ് ഇതെല്ലാം ക്രൂവൽറ്റിയിൽ വരാം. കോൺജുഗൽ റൈറ്റ്സ് ഡിനേ ചെയ്യുന്നതും ക്രൂവൽറ്റിയാണ്. കൺസ്ട്രക്റ്റീവ് ഡെസേർഷൻ എന്ന് പറയും. ആ ഡെസേർഷന് ഒരു ഗ്രൗണ്ടുമാണ്. വിവാഹമോചന കേസുകളിൽ ഒരു പ്രധാന കോൺഫ്ലിക്ട് പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ കസ്റ്റഡിയാണ്. കുട്ടികളാണ് കോടതി നോക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും വാശി അവിടെ ഒരു ഘടകമല്ല. ഡിവോഴ്സ് കേസുകൾ സാധാരണഗതിക്ക് ഈ ഒരു മീഡിയേഷൻ, കൗൺസിലിംഗ് ഇതിനൊക്കെ ഒരു എഫിഷ്യൻസി എന്താണ്? വക്കീലിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് മീഡിയേഷൻ ആയാലും കൗൺസിലിംഗ് ആയാലും സെറ്റിൽമെൻറ്റ് നടക്കൂ. പക്ഷെ നല്ല എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഇത് രണ്ടും നമ്മളുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. കോടതി പോലും വേണ്ടാണ്ട് ആർബിട്രേഷനിലേക്ക് പോയിട്ട് അവിടെ വെച്ചൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി സെറ്റിലാക്കി ഡിവോഴ്സ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പം നിയമം വരും മിക്കവാറും. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്ന് സൈനും ചെയ്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വൈഫിൻ്റെ കവളത്തൊന്ന് വെറുതെ പോട്ടെ സാരയില്ലാന്ന് ആ ഒരു കാര്യം പറഞ്ഞതോടുകൂടി അത് റീയൂണിയനായി. ഡിവോഴ്സുകളുടെ എണ്ണം കൂടുന്നത് നല്ല ലക്ഷണമാണോ മോശം ലക്ഷണമാണോ? ചേരാത്തവർ തമ്മിൽ പിരിയട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ ഈ ജനാധിപത്യ സമൂഹത്തിൽ. നല്ല രീതിയിൽ അവർ സംസാരിച്ച് വളരെ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കഴിഞ്ഞ് രണ്ടുപേരും ഹഗ് ചെയ്ത് പോകുന്ന സീനുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് തന്നെ സന്തോഷം തോന്നാറുണ്ട്, കാരണം അവർ ശത്രുക്കളായിരിക്കേണ്ടവരല്ലല്ലോ. വിവാഹമോചനം ഒരു വിവാഹബന്ധത്തിന്റെ അന്ത്യം മാത്രമല്ല, അത് നിയമങ്ങളും മനുഷ്യവികാരങ്ങളും ഇടകലരുന്നൊരു ജീവിത പ്രശ്നം കൂടിയാണ്. നിയമപരമായി ഒന്നിച്ചു ജീവിക്കാമെന്ന തീരുമാനം പോലെ ലളിതമായും സ്വാഭാവികമായും അത് അവസാനിപ്പിക്കാൻ പലർക്കും കഴിയാത്തതിനും മറ്റൊരു കാരണമുണ്ടാകില്ല. എന്താണ് ഒരു വിവാഹമോചന കേസിൽ കോടതിയിൽ നടക്കുന്നത്? സമാധാനപൂർവമായ ഒരു വിവാഹമോചനം മലയാളിക്ക് സാധ്യമാണോ? നിയമവഴികളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം പറയാൻ എറണാകുളം കുടുംബ കോടതി സീനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് മഞ്ജു ആർ കർത്ത. ഡിവോഴ്സ് ആവശ്യമായിട്ട് മാഡത്തിന് മുന്നിലെത്തുന്ന ആളുകൾ പൊതുവായിട്ട് പറയുന്ന കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കോമൺ ആയിട്ട് ക്രൂവൽറ്റി ഒരു കാരണമാണ്. പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് അഡൽട്ടറിയാണ്. അതായത് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്, ആണായാലും പെണ്ണായാലും ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ട്. പിന്നെ തേർഡ് വൺ വരുന്നത് ഡെസേർഷൻ, അതായത് കുറച്ച് നാൾ ജീവിച്ചിട്ട് ഒരു ഹസ്ബൻഡോ വൈഫോ ഒരു കാരണവുമില്ലാതെ മറ്റേ സ്പൗസിനെ ഉപേക്ഷിച്ച് പോവുക. ഈ 3 ഗ്രൗണ്ടാണ് കോമൺ ആയിട്ട്. അതിൽ ഏറ്റവും കോമൺ വരുന്ന ക്രൂവൽറ്റിയും അഡൽട്ടറിയാണ്. പല കാരണങ്ങൾ കൊണ്ട് ഒന്നിച്ചു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. പക്ഷെ അതിൽ കോടതി അംഗീകരിക്കുന്ന ഗ്രൗണ്ട്സ് എന്തൊക്കെയാണ്? ഇത് 3 കോടതി അംഗീകരിക്കുന്ന ഗ്രൗണ്ട്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു എവിഡൻസ് എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്ന അഡൽട്ടറിക്ക് മാത്രമാണ് കൂടുതലായിട്ട് അത് വരുന്നത്. കാരണം നമുക്കൊരു പുരുഷനും അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ടുള്ള അവിഹിതം പറയാൻ പറ്റും, പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അഡൽട്ടറി സംബന്ധിച്ച നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ അടുത്ത്. അപ്പം അത് ഈ ഡിവോഴ്സിന് ഒരു ഗ്രൗണ്ടാണ് അഡൽട്ടറി. കാരണം അത് ഇപ്പോൾ ഒരാൾ മാരീജ് ആയിട്ടുള്ള ഒരാൾ വേറെ ഒരു സ്ത്രീയോ പുരുഷനോ ആയിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം അഡൽട്ടറി തന്നെയാണ്. ക്രിമിനൽ നേച്ചറിലാണ് അതിൻ്റെ ഒരു നിയമം മാറിയിരിക്കുന്നത്. ഡിവോഴ്സിന് അതൊരു ഗ്രൗണ്ട് തന്നെയാണ് അഡൽട്ടറി എന്ന് പറയുന്നത്. അത് പ്രൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു പാർട്ടിയിൽ അതൊന്നും കാണിച്ചതുകൊണ്ട് കോടതി വിശ്വസിക്കണം എന്നില്ല. ഈ ഓഡിയോ റെക്കോർഡുകൾ എടുക്കാം, പക്ഷെ അത് തെളിയിക്കാനായിട്ടുള്ള നമ്മളുടെ ഭാഗത്തുനിന്ന് ഇലക്ട്രോണിക് ഇതെല്ലാം ഡിവൈസ് എല്ലാം ഉപയോഗിക്കാം. കോടതിക്ക് അംഗീകരിക്കാം. എടുക്കുന്ന കേസുകളും ഉണ്ട്, അതുകൊണ്ട് ഡിവോഴ്സ് കിട്ടുന്ന കേസുകളും ഉണ്ടായിട്ടുണ്ട്. ക്രൂവൽറ്റി എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ മെന്റൽ ക്രൂവൽറ്റി വരാം, ഫിസിക്കൽ അബ്യൂസ്, പിന്നെ ഇപ്പോൾ ഒരു ഹസ്ബൻഡോ വൈഫോ പറയുകയാണ് മദർഹുഡിനെ ഡിനേ ചെയ്യുക അല്ലെങ്കിൽ ഫാദർഹുഡിനെ ഡിനേ ചെയ്യുക. പിന്നെ പറയാണ് നിങ്ങളുടെ ഞാനിപ്പം ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ത്രട്ടൺ, ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും. ഈ ത്രട്ടൺ ഇതെല്ലാം എമൗണ്ട്സ് ടു ക്രൂവൽറ്റിയാണ്. ഒരു മെന്റൽ അബ്യൂസ് ആയാലും ഫിനാൻഷ്യൽ അബ്യൂസ് ഇതെല്ലാം ക്രൂവൽറ്റിയിൽ വരാം. ഡെസേർഷനിൽ ഒരു കാരണവും ഇല്ലാതെ ഹസ്ബൻഡോ വൈഫോ ഒരു സുപ്രഭാതത്തിൽ ഉപേക്ഷിച്ച് പോവുക, പിന്നീട് അവർ ഫിസിക്കലോ മെന്റലോ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവാതിരിക്കുക, അതൊരു 2 വർഷത്തിന് മേലെ അങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ടാവാതിരുന്നാൽ ഡെസേർഷൻ ഒരു ഗ്രൗണ്ടാണ്. ഇപ്പം ഒരു വീട്ടിനകത്ത് ഒരു റൂഫിനകത്ത് താമസിച്ചുകൊണ്ട് കോൺജുഗൽ റൈറ്റ്സ് ഡിനൈ ചെയ്യുകയാണെങ്കിൽ അതും ക്രൂവൽറ്റിയാണ്.
ക്രൂവൽറ്റിയാണ്. കോഞ്ചുഗൽ റൈറ്റ്സ് ഡിനേ ചെയ്യുന്നതും ക്രൂവൽറ്റിയാണ്. കൺസ്ട്രക്റ്റീവ് ഡെസേർഷൻ എന്ന് പറയും. ആ ഡെസേർഷന് ഒരു ഗ്രൗണ്ടുമാണ്. 2 വർഷത്തിൽ കൂടുതൽ അവർ യാതൊരു ഫിസിക്കലും മെന്റലും തന്നെയാണ് പറയുന്നത് ആയിട്ട് യാതൊരു തരത്തിലുള്ള, അത് പ്ലീഡിങ്സിൽ അങ്ങനെ തന്നെ വേണം. അവർ മൊഴി പറയുമ്പോഴും അതേ ഇതിൽ തന്നെ പറയണം. മെന്റലി ആൻഡ് ഫിസിക്കലി ഒരു റിലേഷൻഷിപ്പും ഈ 2 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്ന്. അത് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ എവിഡൻസും ഒക്കെ അല്ലേ, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡിസേർഷൻ ഗ്രൗണ്ടിൽ കൊടുക്കുക. ഡിവോഴ്സിലേക്ക് പോകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാൾ സാധാരണഗതിക്ക് മനസ്സിലാക്കുന്നത് മ്യൂച്വലി കൺസെന്റഡ് ഡിവോഴ്സാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത്. അതിലേക്ക് പോകണമെങ്കിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണ്? നമ്മുടെ അടുത്തൊരു ക്ലയന്റ് വരും, അവർ ഓൾറെഡി 2 വീട്ടുകാരും സംസാരിച്ചിട്ടുണ്ടാവും, പഞ്ചായത്ത് മെമ്പേഴ്സ് സംസാരിച്ചിട്ടുണ്ടാവും, പിന്നെ അറിയാവുന്ന അവരുടെ എല്ലാ റിലേറ്റീവ്സും സംസാരിച്ച്, എന്നിട്ടും നടക്കാതെ വരുമ്പോഴാണ് ഒരു വക്കീലിൻ്റെ അടുത്ത് വരുന്നത്. അവിടെ വന്നിട്ട് നമുക്ക് 2 കൂട്ടരെയും വിളിച്ച് സംസാരിച്ച് ഒരു മ്യൂച്വൽ ഡിവേഴ്സിലേക്ക് അവരെത്തുകയാണെങ്കിൽ, അവിടെ വെച്ച് തന്നെ ഈ മ്യൂച്വൽ ഡിവേഴ്സിൽ എത്താനുള്ള ഏറ്റവും ബുദ്ധിമുട്ടായ 2 ഘടകമാണ്. ഒന്ന് ഫിനാൻഷ്യൽ മാറ്റർ സെറ്റിൽ ചെയ്യുക, രണ്ടാമത്തെ കുട്ടികളുടെ കസ്റ്റഡി. ഇത് രണ്ടുമാണ് ഒരിക്കലും സെറ്റിൽ ചെയ്യാതെ കണ്ടസ്റ്റിലേക്ക് പോകുന്നത്. ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50% സെറ്റിലായി. പിന്നെ കുട്ടികളുടെയാണ്. ഇതും കൂടെ സെറ്റിൽ ചെയ്താൽ മ്യൂച്വൽ കൺസെന്റ് കൊടുക്കാം. മ്യൂച്വൽ കൺസെന്റ് 2 പേർക്കും കൂടെ ഒരുമിച്ച് ഒരു വക്കീല് മതി. അതിനൊരു പ്രൊസീജിയർ എങ്ങനെയാണ്? ആദ്യം എന്താ ചെയ്യുക, പിന്നെ എന്താ? മ്യൂച്വൽ കൺസെന്റിൽ ആദ്യമേ 2 പേരും വന്നിട്ട് ഇതെല്ലാ കാര്യങ്ങളും സെറ്റിലായിട്ട് അത് നമ്മൾ ഫയൽ ചെയ്യും. ഫയൽ ചെയ്തിട്ട് അന്ന് കൗൺസിലിംഗ് നടത്തുന്ന കോടതികളുണ്ട്, അല്ലാതെ അടുത്ത ദിവസം കൗൺസിലിംഗ് നടത്തുന്ന കോടതികളുണ്ട്. അതിനുശേഷം 6 months കഴിഞ്ഞിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. 6 മാസം എടുക്കും. 6 മാസം എടുക്കും. പക്ഷേ ഈ ഒരു മ്യൂച്വൽ കൺസെന്റിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 18 മാസമാണ്. 1.5 വർഷം. 1.5 വർഷം അത് കോടതിയിൽ ലൈവായിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ആ സമയത്തൊന്നും ഇവർക്ക് വന്നിട്ടില്ല എങ്കിൽ ഈ 18 മാസം കഴിഞ്ഞാൽ കോടതിക്ക് അത് ഡിസ്മിസ് ചെയ്യാം. ഈ 18 മാസത്തിനുള്ളിൽ തീർത്താൽ മതി. പക്ഷെ അതർ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം സുപ്രീം കോടതി പുതിയൊരു ഇത് പറഞ്ഞിട്ടുണ്ട്, മ്യൂച്വൽ കൺസെന്റ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് 1 week കൂളിംഗ് പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇത് അഡ്വാൻസ് ചെയ്തെടുത്ത് വേവ് ചെയ്യാം. ഈ 6 months പീരീഡ് എളുപ്പം ഡിവോഴ്സ് കിട്ടാനുള്ള. അതിനൊരു 4 ക്രൈറ്റീരിയ പറയുന്നുണ്ട്. കാരണം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർക്ക് 1.5 വർഷത്തിൽ കൂടുതൽ സെപ്പറേഷൻ കാണിക്കണം ഫയൽ ചെയ്യുന്ന മൊമെന്റിൽ. അല്ലാണ്ട് 6 months വരുന്നതല്ല, ഫയൽ ചെയ്യുമ്പോൾ തന്നെ 1.5 വർഷത്തിൽ കൂടുതൽ സെപ്പറേഷൻ ഉണ്ടാവണം. അതുകൂടാതെ എൻ്റയർ മാറ്റർ സെറ്റിലായിരിക്കണം. ഇവർ തമ്മിലുള്ള എല്ലാ ഫിനാൻഷ്യലി, കസ്റ്റഡി, എല്ലാ മാറ്ററും സെറ്റിലായിരിക്കണം. ഇങ്ങനെ വരുന്ന കാര്യങ്ങളിലാണ് ഈ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഇന്ന് ഫയൽ ചെയ്താൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂളിംഗ് പീരീഡ് വേവ് ചെയ്യാനുള്ള പെറ്റീഷൻ എടുത്ത് തീർക്കാൻ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യാം. അല്ല എങ്കിൽ 6 months കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാൻ. കാരണം ഫിനാൻഷ്യൽ മാറ്ററൊക്കെ ചിലപ്പോൾ ചിലവർ 6 months ചോദിക്കുന്നവരുണ്ട് പൈസ കൊടുക്കാനൊക്കെ ആയിട്ട്. അത് 6 മാസം കഴിഞ്ഞെടുത്ത് തീർക്കാൻ പറ്റും. നമ്മൾ മ്യൂച്വലി കൺസെന്റ് അല്ലെങ്കിൽ പിന്നെ കേസാണല്ലോ, കണ്ടസ്റ്റഡ് ഡിവോഴ്സ് ആണല്ലോ. കണ്ടസ്റ്റഡ് ഡിവോഴ്സിന്റെ ഒരു പ്രൊസീജിയർ എന്താ? കണ്ടസ്റ്റഡ് ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുക, അവർക്ക് നോട്ടീസ് പോവുക. ഇപ്പോൾ കോടതിയിൽ 2 നോട്ടീസ് പോകാനായിട്ട് ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഒരു നോട്ടീസ് പോയി, അതിൽ ആൾ വന്നില്ലെങ്കിൽ അടുത്തൊരു നോട്ടീസും കൂടെ പോവുക. ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഹസ്ബൻഡ് ഫയൽ ചെയ്യുന്നതാണെങ്കിലും വൈഫ് ഫയൽ ചെയ്യുന്നതാണെങ്കിലും കോപ്പി സർവ് ചെയ്യണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഒരു സെറ്റിൽമെന്റിന്റെ ചാൻസ് കുറയുകയാണ് കോപ്പി സർവ് ചെയ്യുന്നതോട് കൂടിയിട്ട്. അതിനകത്ത് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്നറിയും. അപ്പോൾ ഫസ്റ്റ് തന്നെ കൗൺസിലിംഗ് കഴിയുക. കൗൺസിലിങ്ങിന് സെറ്റിലായിട്ടില്ലെങ്കിൽ മീഡിയേഷനിൽ വിടുക. മീഡിയേഷനും സെറ്റിലായില്ലെങ്കിൽ മാത്രമാണ് കോപ്പി സർവ് ചെയ്തിട്ട് അവർക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുക. ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിട്ട് അതിനൊക്കെ കുറച്ച് ഈ കോടതികൾ സമയമൊക്കെ കൊടുക്കും. ഈ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനായിട്ട് 1, 2 ലാസ്റ്റ് ചാൻസ്, നോ ഫർദർ ടൈം ഒക്കെ കൊടുക്കും. അതിനുശേഷം വീണ്ടും പ്രീ ട്രയൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡോക്യുമെന്റ്സ്, വിറ്റ്നസ് ലിസ്റ്റ്, ഇതൊക്കെ ഫയൽ ചെയ്യാനായിട്ട് അതും ഫയൽ ചെയ്തിട്ട് പിന്നെ എവിഡൻസിലേക്ക് നമ്മുടെ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ, പിന്നെ ക്രോസ് എക്സാമിനേഷൻ, 2 സൈഡും പെറ്റീഷണർ എവിഡൻസ്, റെസ്പോണ്ടന്റ് എവിഡൻസ്, ഹിയറിങ്, പിന്നെ ഓർഡേഴ്സിന് പറയും. ഇതിനാണ് ടൈം എടുക്കുന്നത്. ഇതിന്റെ ഒരു മിനിമം ഡ്യൂറേഷൻ എത്രയായിരിക്കും? എറണാകുളം കോടതിയിലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഒരു 2-3 years എങ്ങനെ വന്നാലും എടുക്കും. അത് ഹെവി കോടതി ആയതുകൊണ്ടാണ്. അത്രയും വർക്ക് അവിടെയുണ്ട്. പക്ഷേ അപ്പറേ ആലുവ പിന്നീട് വന്ന കോടതികളിലൊക്കെ കുറച്ച് കേസുകളുണ്ട്, കുറച്ചും കൂടി സ്പീഡിൽ പോകുന്നുണ്ട് കാര്യം. എന്നാലും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരുവിധം സ്പീഡിൽ പോകുന്നുണ്ട്. പിന്നെ കക്ഷികളും വിചാരിക്കണം ഇത് എളുപ്പം തീർക്കണം എന്ന്, വക്കീലും വിചാരിക്കണം. എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ ഒരു കേസ് എളുപ്പം തീർക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷൻ എവിടെയായിരിക്കും? ഹിന്ദുസിന് ജൂറിസ്ഡിക്ഷൻ മാറ്റമുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്, സ്പെഷ്യൽ മാരേജ് ഉണ്ട്,
മുസ്ലിംസിനുണ്ട്. അതിൽ ഹിന്ദുസ് എന്ന് പറയുമ്പോൾ അവർക്ക് മാരേജ് സോളംനൈസ് ചെയ്ത്, അതായത് എവിടെയാണോ മാരേജ് കഴിഞ്ഞത്, എവിടെ വെച്ചിട്ടാണോ മാരേജ് നടന്നത്, അവിടെ ആ ഡിസ്ട്രിക്റ്റ് ഒരു ജൂറിസ്ഡിക്ഷനാണ്. പിന്നെ ലാസ്റ്റ് ഇവർ ഒന്നിച്ച് താമസിച്ച് സെപ്പറേറ്റ് ചെയ്ത സ്ഥലം, അതൊരു ജൂറിസ്ഡിക്ഷൻ വരും. പിന്നെ ഹിന്ദു ലേഡി എവിടെയാണോ അറ്റ് പ്രസൻറ്റ് റിസൈഡ് ചെയ്യുന്നത്, അതും ഹിന്ദുസിനൊരു ജൂറിസ്ഡിക്ഷനാണ്. ഇത് മൂന്നുമാണ് ഹിന്ദുസിൻ്റെ ഇതിൽ വരുന്നത്. മറ്റേ ക്രിസ്ത്യൻസിൻ്റെ ഇതിൽ വരുമ്പോൾ എവിടെയാണ് മാരേജ് സോളംനൈസ് ചെയ്തതും ലാസ്റ്റ് റിസൈഡഡ് ടുഗദറും എവിടെയാണെന്നുള്ളതാണ് ക്രിസ്ത്യൻസിന് വരുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് വരുമ്പോൾ എവിടെയാണോ മാരേജ്, ഏത് രജിസ്റ്റർ ഓഫീസാണോ മാരേജ് സോളംനൈസ് ചെയ്തത്, പെറ്റീഷണർ വൈഫ് എവിടെ താമസിക്കുന്നു, ദെൻ ലാസ്റ്റ് സെപ്പറേറ്റഡ്, പിന്നെ അതുകൂടാതെ റെസ്പോണ്ടന്റ് ഹസ്ബൻഡ് എവിടെ താമസിക്കുന്നു എന്നും കൂടെ ഒരു ജൂറിസ്ഡിക്ഷൻ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മുസ്ലിംസിൻ്റെ ഇതിനകത്ത് വരുമ്പം അവിടെ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ ജൂറിസ്ഡിക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സിവിൽ നടപടികൾ എങ്ങനെയാണോ നടക്കുന്നത്, സിവിൽ കോഡിൽ, അതായത് ഇപ്പം എവിടെ വെച്ചിട്ടാണ് മാരേജ് നടന്നത്, എവിടെ വെച്ചിട്ടാണ് ഡിവോഴ്സ്, എവിടെ താമസിക്കുന്നു, ഇതവർക്ക് ജൂറിസ്ഡിക്ഷനാണ്. തലാക്ക്, ഖുലായൊക്കെ ഇവിടെ വെച്ചിട്ടാണ്, കല്യാണം കഴിഞ്ഞ സ്ഥലത്തല്ല വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ ഡിക്ലെയർ ചെയ്യണമെങ്കിലും അതും ഒരു ജൂറിസ്ഡിക്ഷനാണ് അവർക്ക്. ഡിവോഴ്സ് കേസുകൾ സാധാരണഗതിക്ക് ഈ ഒരു മീഡിയേഷൻ, കൗൺസിലിംഗ്, ഇതിനൊക്കെ ഒരു എഫിഷ്യൻസി എന്താണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് ആണ് നടക്കുന്നത്. ഈ കൗൺസിലിങ്ങിൽ തന്നെ ഇഷ്ടംമാതിരി കേസുകൾ സെറ്റിലാവാറുണ്ട്. സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ റീയൂണിയൻ പോകുന്ന കേസുകളുണ്ട്, അതായത് ഒന്നിച്ചു പോകുന്ന കേസുകളുമുണ്ട്, സെപ്പറേറ്റ് ചെയ്യുന്ന കേസുകളുണ്ട്. ഇതിനെ രണ്ടും നമ്മൾ സെറ്റിൽമെൻ്റ് എന്നാണ് പറയുന്നത്. ഒത്തിരി കേസുകൾ സെറ്റിലാവുന്നുണ്ട്. ഈ മീഡിയേഷനിലാണെങ്കിലും കൗൺസിലിങ്ങിലാണെങ്കിലും സെറ്റിൽമെൻറ്റുകൾ നടക്കണമെങ്കിൽ ഈ രണ്ട് കക്ഷികളുടെയും വക്കീലുമാരുടെ ഒരു റോള് പ്രധാനമാണ്. കാരണം ഒരു മീഡിയേറ്ററോ അല്ല ഒരു കൗൺസിലറോ പറഞ്ഞാൽ സെറ്റിൽ ചെയ്യാത്ത കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാവാത്തതും ഒരു വക്കീൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. വക്കീലിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് മീഡിയേഷൻ ആയാലും കൗൺസിലിംഗ് ആയാലും സെറ്റിൽമെൻറ്റ് നടക്കൂ. പക്ഷെ നല്ല എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഇത് രണ്ടും നമ്മളുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പം അതിലൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആർബിട്രേഷൻ, ഈ കോടതി പോലും വേണ്ടാണ്ട് ആർബിട്രേഷനിലേക്ക് പോയിട്ട് അവിടെ വെച്ചൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി സെറ്റിലാക്കി ഡിവോഴ്സ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പം നിയമം വരും മിക്കവാറും. ഈ മീഡിയേഷൻ, കൗൺസിലിംഗ് ഇത് രണ്ടും ചെയ്യാൻ ആരാണ് നിയോഗിക്കപ്പെടുന്നത്? കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ തന്നെ ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും. കാരണം അവരെ MSW കഴിഞ്ഞല്ല, അവരാണ് കൗൺസിലിംഗ് നടത്തുന്നത്, പ്രിൻസിപ്പൽ കൗൺസിലർ. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 15 വർഷത്തിൽ മേലിൽ പ്രാക്ടീസുള്ള ട്രെയിനിങ് കൊടുത്ത് വക്കീലുമാരാണ് മീഡിയേഷൻ നടത്തുന്നത്. കൗൺസിലിങ്ങിന് ശരിക്കും വക്കീലുമാർക്ക് ഒരു റോളുമില്ല. സെറ്റിലാവുകയാണെങ്കിൽ മാത്രം നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയും. മീഡിയേഷനിൽ അങ്ങനെയല്ല. മീഡിയേഷനിൽ നമുക്കൊരു റോളുണ്ട്, നമ്മളെ വിളിക്കും ഈ മീഡിയേറ്റേഴ്സ്, ഇതാണ് നമ്മുടെ ടേംസ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നെല്ലാം പറയും. കൗൺസിലിങ്ങിന് ഇപ്പോൾ വിളിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൗൺസിലിങ്ങിന് നമുക്കൊരു റോളുമില്ല. ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതായത് എന്താണ് ലൈഫിലേക്ക് മുന്നോട്ട് പോയാലിൻ്റെ മെറിറ്റ് എന്താ, ഡിമെറിറ്റ് എന്താ എന്നുള്ളത്. അതിൽ നമ്മുടെ റോൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലറിനും ഇത് സെറ്റിലായില്ല എന്ന് വിചാരിക്കുക, എല്ലാം അവർക്ക് അവിടെ തുറന്നു പറയാം രണ്ട് കൂട്ടർക്കും. ഈ കൗൺസിലറോ മീഡിയേറ്ററോ ഒരിക്കലും സാക്ഷിയല്ല, അവരെ സാക്ഷിയാക്കാൻ പറ്റില്ല. ഇത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നടക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഇത് മാറ്റർ സെറ്റിൽഡ് ഓർ നോട്ട് സെറ്റിൽഡ് എന്ന് മാത്രമേ അവർ എഴുതുകയുള്ളൂ. സെറ്റിലായില്ലെങ്കിൽ നോട്ട് സെറ്റിൽഡ്, അവർ പറഞ്ഞ യാതൊരു ഫാക്സും അതിനകത്ത് വരില്ല. ധൈര്യമായിട്ട് അവിടെ പോയി നമുക്ക് എന്ത് കാര്യവും പറയാം. ഇത് രണ്ടിലൂടെയും കേസിൽ പിൻവലിച്ചു പോകുന്നവരുടെ എണ്ണം അത്യാവശ്യം. പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു പോകുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് റീയൂണിയനായി, അതുകൊണ്ട് ഞങ്ങൾ ഇനി തുടർന്ന് ഇത് നടത്തുന്നില്ല എന്ന് പറഞ്ഞ് അവർക്കത് ക്ലോസ് ചെയ്ത് പോവാം. സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിവോഴ്സ്, പിന്നെ അതിൻ്റെ ബാക്കി ഇതെല്ലാം സെറ്റിൽ ചെയ്യുകയാണ് അവിടെ. അത് ഡിഗ്രി ആയി പോകുന്ന സംഭവങ്ങളും ഉണ്ട്. ക്രൂവൽറ്റി പറഞ്ഞു, അഡൾട്ടറി പറഞ്ഞു, ഡിസഷൻ പറഞ്ഞു. ഇത് മൂന്നും ഇപ്പോൾ നമ്മൾ ഡിവോഴ്സ് കേസിലോട്ട് പോവുകയാണെങ്കിൽ ഇത് മൂന്നുമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാരണങ്ങളെങ്കിൽ അതിൻ്റെ തെളിവുകൾ എന്തൊക്കെയായിരിക്കും? കോടതി അത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത്? 4 ചുവരുകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളോട് വന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. അതിൻ്റെ ബേസിലാണ് നമ്മൾ പ്ലീഡിങ്സ് കൊണ്ടുപോകുന്നത്. ക്രൂവൽറ്റി ചിലപ്പം അടിച്ചു, ഇടിച്ചു, മദ്യപിച്ചു വന്നിട്ട് അടിച്ചു, ഇതെല്ലാം പ്ലീഡിങ്സ് നമ്മൾ കൊടുത്താൽ പോലും ശരിക്കും അതായത് മൊഴിയാണ്, ഒരു ഓറലായിട്ട് കൊടുക്കുന്ന മൊഴിയാണ് കോടതി മിക്ക കേസുകളിലും എടുക്കുന്നത്.
പുരുഷനൊരിക്കലും ഒരു എവിഡൻസ് കൊടുക്കാനുണ്ടാവില്ല. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് വേണമെങ്കിൽ DV കൊടുത്ത് അതൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒരു 498 എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിമിനൽ കേസ് കൊടുത്ത് അതൊക്കെ ഒരു തെളിവായിട്ട് എടുക്കാം. പക്ഷെ പുരുഷനെ സംബന്ധിച്ച് ഒരിക്കലും സ്ത്രീ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാനോ അങ്ങനെ ഒരു പറയുന്ന മൊഴി മാത്രമാണ് അടിസ്ഥാനം അതിനകത്ത് വരുന്നത്. മിക്ക കേസ് പിന്നെ ഒരു ലോങ് സെപ്പറേഷൻ, ക്രൂവൽറ്റി ആണെങ്കിലും അത് കുറച്ച് കൂടുതൽ സെപ്പറേഷനിൽ നിൽക്കുമ്പോഴും ലേഡി ഒരു റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ബന്ധം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുക. രണ്ടു കൂട്ടരും, വൈഫ് പോയാലും ഹസ്ബൻഡ് കൊടുക്കാതിരിക്കുക, ഹസ്ബൻഡ് പോയാൽ വൈഫും കൊടുക്കാതിരിക്കുക, രണ്ടുപേരും ഡിവോഴ്സിന് കൊടുത്തു എന്നിരിക്കട്ടെ. ഇത് രണ്ടും ഇല്ല എങ്കിൽ, ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടൊരു പെറ്റീഷൻ ഇല്ല എങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരൊരു റീയൂണിയന് ചാൻസ് ഇല്ല എന്നുള്ളത്. ക്രൂവൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്ലീഡിങ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂവൽറ്റി മുഴുവനും പോകുന്നത്. ചില കേസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അസാൾട്ട് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു ഇതിൻ്റെയൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊണ്ടുവരും. മിക്കവാറും കോടതികൾ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. പിന്നെ ക്രോസ് ഞാൻ പറയട്ടെ, ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. നമ്മൾ എഴുതുന്ന ആ പ്ലീഡിങ്സ് അത് തന്നെ ക്രോസ് എക്സാമിനേഷൻ സമയത്തും അതേപോലെ തന്നെ പറയണം. ക്രോസ് എക്സാമിനേഷൻ സമയത്ത് കുറേ കാര്യങ്ങൾ എതിർഭാഗം വക്കീൽ ചോദിക്കും. കാരണം അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ കക്ഷിയെ രക്ഷിക്കാനല്ലേ നോക്കുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ ഇതേ സ്റ്റിൽ ആ ഇതിൽ തന്നെ പ്ലീഡിങ്സിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ കോടതിക്ക് മനസ്സിലാവും ഇവരനുഭവിച്ച കാര്യമാണ്. അങ്ങനെയൊക്കെ കോടതിക്ക് ഇതിനകത്ത് കണ്ടെത്താൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പബ്ലിക്കായിട്ട് നമുക്കൊരിക്കലും കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇങ്ങനെ കണ്ടസ്റ്റഡ് ഡിവോഴ്സുകളിൽ കേസുകളിലേക്ക് പോകുന്ന അവസരങ്ങളിൽ അതിന്റെ തുടക്ക ഘട്ടത്തിൽ ആളുകൾ പൊതുവെ വരുത്തുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ഡിവോഴ്സ് എന്നുള്ളൊരു ആശയമായിട്ട് ഒരാൾ വരുമ്പോൾ അവര് ചില ആൾക്കാർ പകുതിയും പറയില്ല എന്തൊക്കെ സംഭവിച്ചു എന്ന് അവരുടെ ജീവിതത്തിൽ. നമ്മൾ ഓരോ സ്റ്റേജിലും എല്ലാം അവർ പറഞ്ഞ അതേ കാര്യങ്ങൾ പറയുമ്പോൾ അതെഴുതണ്ട. ചിലവർ ഈ സാഡിസ്റ്റുകളായിരിക്കും. പക്ഷെ അതൊന്നും ഒരിക്കലും നമുക്ക് ക്രൂവൽറ്റി എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയുടെ മുന്നിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ചോദിക്കും, ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ, അപ്പോൾ അതൊന്നും എഴുതണ്ട, അതൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പക്ഷെ അവസാനം ഇത് പ്ലീഡിങ്സ് കുറവെന്നുള്ള നമ്മൾ ഒരു എവിഡൻസിലേക്ക് പോകുമ്പോൾ ഇവരിതൊക്കെ ഉണ്ടായി എന്ന് പറയും. അപ്പോൾ പ്ലീഡിങ്സ് അവിടെ കുറഞ്ഞു, അവർക്ക് ഡിവോഴ്സ് കിട്ടില്ല. ഉള്ള കാര്യം പൂർണ്ണമായിട്ടും ഒരു കുഞ്ഞ് പ്രശ്നമാണെങ്കിൽ, ഒരു വളരെ ചെറിയ ഇഷ്യൂ ആയിരിക്കും, എന്നാൽ പോലും അത് നമ്മൾ വക്കീലിൻ്റെ അടുത്ത് പറയണം. പറഞ്ഞാൽ മാത്രമേ അതെങ്ങനെ പുട്ടിന് പീരിയിടുന്ന പോലെ വക്കീലിന് അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നടന്നിട്ടുണ്ടാവും ഏകദേശം ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരുടെയും കാര്യങ്ങളിൽ ക്രൂവൽറ്റിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ഒക്കെ ആയിരിക്കും. എന്നാലും ചില കേസിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നത്. എല്ലാം പറയണം, വക്കീലിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മാത്രമേ. അത് പറയാതിരുന്നാൽ എവിഡൻസിന്റെ സമയത്ത് പാളിപ്പോവും. കണ്ടസ്റ്റഡ് പ്രൊസീജിയറിൽ മതങ്ങളുടെ പേരിലുള്ള വ്യത്യാസങ്ങളുണ്ടോ? അതായത് വിവിധ മതക്കാർക്ക് വിവിധ രീതിയിലാണോ പ്രൊസീജിയേഴ്സ്? ആക്ട് തന്നെ വേറെയാണ്. ഹിന്ദുസിന് ഹിന്ദു മാരേജ് ആക്ടാണ് ഫോളോ ചെയ്യുന്നത്. ഹിന്ദു മാരേജ് ആക്ടിൽ 2 ഹിന്ദുസിന് തമ്മിലാണ് മാരേജ് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കാണ് അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഡിവോഴ്സ് ആക്ടാണ് ക്രിസ്ത്യൻസിനുള്ളത്. ഡിവോഴ്സ് ആക്ടിലെന്ന് പറയുന്നത് 2 പേരും ക്രിസ്ത്യൻ ആവണമെന്ന് പറയുന്നില്ല. വൺ ഓഫ് ദി പാർട്ടി ക്രിസ്ത്യൻ ആയാൽ മതി. അവർ അത് ഫോളോ ചെയ്ത് പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കാം അവർക്ക്. അതാണ് ഡിവോഴ്സ് ആക്ടിൽ. മറ്റേ മുസ്ലിംസിന് 2 പേരും മുസ്ലിം ആവണം. സ്പെഷ്യൽ മാരേജ് അറിയാമല്ലോ, 2 മതക്കാർ തമ്മിൽ ഉള്ളവർക്ക് സ്പെഷ്യൽ മാരേജ് കഴിക്കാം. അതിനകത്ത് ഹിന്ദു മാരേജിൽ വരുന്ന ക്രൂവൽറ്റി, അഡൽട്ടറി, ഡെസേർഷൻ ഇതൊരു ഗ്രൗണ്ടാണ്. ഡിവോഴ്സ് ആക്ട് ആദ്യകാലങ്ങളിൽ സ്ത്രീകൾക്ക് ക്രൂവൽറ്റി, ഡെസേർഷനും സ്ത്രീകൾക്ക് എല്ലാ ഗ്രൗണ്ടും ഉണ്ടായിരുന്നു. പുരുഷന്മാർക്ക് ആകെ അഡൽട്ടറി മാത്രമായിരുന്നു ഗ്രൗണ്ട് ഉണ്ടായിരുന്നത്. അത് സബ്സിക്വൻ്റ് ആയിട്ട് അത് ആക്ട് അമെൻഡ് ചെയ്ത് പുരുഷനും ഈ സെയിം ഗ്രൗണ്ട് തന്നെ വന്നു. പിന്നെ സ്പെഷ്യൽ മാരേജിനും ഇതെല്ലാം ക്രൂവൽറ്റി, അഡൽട്ടറി, ഡെസേർഷൻ എല്ലാം ഉണ്ട്. മറ്റേ മുസ്ലിംസിന് വരുമ്പോൾ ആണുങ്ങൾക്ക് തലാക്ക് മാത്രമാണ് ഒരു ഇത്. അത് തലാക്ക് കോടതി വഴി ചെയ്യാൻ പറ്റില്ല. അവരുടെ മതം അനുശാസിക്കുന്ന രീതിയിൽ തലാക്ക് ചൊല്ലിയിട്ട് ഡിക്ലറേഷന് കൊടുക്കാം. പക്ഷെ സ്ത്രീക്ക് ഡിവോഴ്സിന് കോടതിയെ സമീപിക്കാം. ക്രൂവൽറ്റി പറഞ്ഞു, അവരുടെ മെയിൻ്റനൻസ് തരുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഡിവോഴ്സിന് സമീപിക്കാം. അതുകൂടാതെ ഈ പറയുന്ന തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പുരുഷന് ഡിക്ലറേഷൻ കൊടുക്കാം, സ്ത്രീക്കും കൊടുക്കാം. ഞാൻ അംഗീകരിച്ചു, എനിക്കതുകൊണ്ട് ഇത് വാലിഡ് തലാക്കായിട്ട് ഡിക്ലെയർ ചെയ്ത്. ഖുല എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ ചൊല്ലുന്നതാണ്. ഖുല
സ്ത്രീക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അതും ഡിക്ലറേഷൻ ചെയ്യാം. ഇവർ ജോയിൻറ്റ് പെറ്റീഷൻ എന്ന് പറയും. അതായത് രണ്ട് കൂട്ടരും മുസ്ലിംസിൽ രണ്ട് കൂട്ടരും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റിലായിട്ട് ചെയ്യുന്നതാണ് മുബാരത്ത് എഗ്രിമെൻറ്റ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തു വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഡിവോഴ്സായി മുസ്ലിം നിയമം അനുസരിച്ച്. പക്ഷേ ഇതെല്ലാം ഒന്ന് ലീഗലൈസ് ചെയ്യാനായിട്ട് കോടതിയിൽ വന്ന് ഡിക്ലറേഷൻ വാങ്ങിക്കുക മാത്രമാണ് ചെയ്യുന്നത്, രണ്ടു കൂട്ടരും കൂടെ ചേർന്നിട്ട്. ഈ മൂന്ന് മതവിഭാഗങ്ങളുടെയും പ്രൊസീജിയേഴ്സിന്റെ ഡ്യൂറേഷൻ വ്യത്യാസമുണ്ടോ? ഈ പറഞ്ഞ മുസ്ലിംസിൻ്റെ ഈ ഖുല, തലാക്ക്, മുബാരത്ത് ഇതെല്ലാം പെട്ടെന്ന് അത് 6 monthsനുള്ളിൽ തന്നെ തീർക്കണം എന്ന് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട്. നോട്ടീസ് റെസ്പോണ്ടന്റിന് കിട്ടിയിട്ട് 6 മാസത്തിനുള്ളിൽ തന്നെ തീർക്കണം. ബാക്കിയെല്ലാം ഏകദേശം കണ്ടസ്റ്റഡ് ആണെങ്കിൽ ഒരേപോലെ തന്നെയാണ് പോകുന്നത്. അതിന് ഡ്യൂറേഷൻ്റെ ഇതൊന്നുമില്ല, എല്ലാം അതുപോലെ തന്നെയാണ് പോകുന്നത്. ഡിവോഴ്സ് കേസുകളുടെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ജീവനാംശം ആവശ്യപ്പെടുക എന്നുള്ളതുകൂടിയാണ്. അപ്പം ഒരു കോടതിയുടെ മുന്നിൽ ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ എങ്ങനെയാണ് കോടതി തീരുമാനിക്കുന്നത്? എത്ര തുക ജീവനാംശമായിട്ട് കൊടുക്കണം, എത്ര കാലത്തേക്ക് കൊടുക്കണം, ഇതൊക്കെ 2-3 ക്രൈറ്റീരിയ ഉണ്ട്. വൈഫിന് ജോലി ഉണ്ടെങ്കിൽ വൈഫ് അത് എൻഡേറ്റഡ് അല്ല. വൈഫിന് ജോലി ഇല്ല എങ്കിൽ അത് ഹസ്ബൻഡിൻ്റെ എത്ര എമൗണ്ട് ആണോ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ അംഗങ്ങളും അങ്ങനെ അച്ഛനമ്മയൊക്കെ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ കണക്കാക്കിയിട്ട് ആ എമൗണ്ട് ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോർഷനാണ് വൈഫിന് കൊടുക്കാൻ പറയുന്നത്. അത് ഇത്ര നാളത്തേക്കെന്നല്ല, അത് ശരിക്കും പറഞ്ഞാൽ വൈഫ് ഒരു സെക്കൻഡ് മാരേജ് കഴിയുന്നത് വരെ, അല്ലെങ്കിൽ വൈഫിന് ഒരു ജോലി കിട്ടുന്നത് വരെ. അങ്ങനെ പറയില്ല, പക്ഷെ അതാണ് അതിൻ്റെ രീതി. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഇത് ക്യാൻസൽ ചെയ്യാൻ കൊടുക്കാം. ഡിവോഴ്സ് അടുത്ത നെക്സ്റ്റ് ഒരു റീമാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് അത് ക്യാൻസൽ ചെയ്യാൻ കൊടുക്കാം. ഇപ്പം പുതിയ നിയമം പോലും വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു ഡിസിഷൻ പ്രകാരം ഈ പണ്ട് നമ്മളെ ഹസ്ബൻഡാണേലും വൈഫാണെങ്കിലും ഒരാൾ എനിക്ക് ഇത്ര രൂപയെ വരുമാനമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി അംഗീകരിക്കുക, അല്ലെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞൊരു സാലറി സർട്ടിഫിക്കറ്റ് കാണിക്കുക, ഇതൊക്കെ വൈഫിന് ജോലിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി അംഗീകരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് അത് പറ്റില്ല. രണ്ടുപേരും അഫിഡവിറ്റ് കൊടുക്കണം. ഒരു അസറ്റ് ആൻഡ് ലയബിലിറ്റി അഫിഡവിറ്റ് എന്നാണ് പറയുന്നത്. ആ അഫിഡവിറ്റിൽ എൻ്റെ സത്യമായ കാര്യങ്ങൾ എഴുതണം. അത് എഴുതിയിട്ടില്ല, സത്യമല്ല എന്ന് കണ്ടാൽ കോടതിക്ക് അതിനെതിരെ നടപടിയെടുക്കാം, കണ്ടംപ്റ്റ് എടുക്കാം. അപ്പോൾ വെറുതെ ഒരു എമൗണ്ട് എനിക്ക് വേണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ശമ്പളം ഉള്ളെന്നോ, എൻ്റെ അസറ്റ് ഇത്രയാണെന്നോ ഒന്നും വെറുതെ പറയാൻ പറ്റില്ല. അത് ഇങ്ങനെ കുറേ ഇത് മാനിപ്പുലേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ വന്നതും ഇപ്പോൾ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ വിവാഹമോചനം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്തുവകകൾ ഇതിനൊക്കെ വിവാഹമോചിതയായിട്ടുള്ള ഭാര്യയ്ക്ക് അർഹതയുണ്ടോ? നമ്മളുടെ ഇവിടെ ആ നിയമമായിട്ടില്ല. ഈ ഹസ്ബൻഡിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടി അതൊന്നും ഫാമിലി കോടതിയിൽ തീരുമാനിക്കുന്നത്. വിവാഹത്തിന് ശേഷം വരുന്ന പ്രോപ്പർട്ടികൾ, ജോയിൻറ്റ് പ്രോപ്പർട്ടി, അത് ഹസ്ബൻഡ് വാങ്ങിയിട്ട് ഒരു എന്താ പറയുക ടോക്കൺ ഓഫ് ലവിൻ്റെ പുറത്ത് ആ വൈഫിൻ്റെ പേരും കൂടെ ചേർത്തിട്ടുള്ള ആ പ്രോപ്പർട്ടി ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമാണെങ്കിൽ ഞാൻ ഹാഫ് കൊടുത്തേക്കാം. അതല്ല, അദ്ദേഹമാണ് ഇതിൻ്റെ എൻ്റെ പൈസയും അടച്ച് അതിനെല്ലാ ഡോക്യുമെൻസും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിൻ്റെ മാത്രമാണെന്ന് ഡിക്ലെയർ ചെയ്യാൻ ഫാമിലി കോർട്ടിൽ കൊടുക്കാം. അല്ലാതെ ഈ പ്രോപ്പർട്ടി മാറ്ററിൽ വരുമ്പം നമുക്ക് അച്ഛൻ തന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മൾ ഇത് വാങ്ങിച്ച പ്രോപ്പർട്ടി അതിലൊന്നും ഡിസിഷൻ എടുക്കാൻ ഫാമിലി കോടതിക്ക് പറ്റില്ല. ഫാമിലി കോടതി ഡിവോഴ്സ്, മെയിൻ്റനൻസ്, അലിമനി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ ജോയിൻറ്റ് പ്രോപ്പർട്ടി കല്യാണ സമയത്ത്, കല്യാണം കഴിഞ്ഞതിന് ശേഷം, അത് കൂടാതെ ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ സ്വർണമോ പണമോ ഒക്കെ വാങ്ങി അതിലൊക്കെ അവർക്ക് അവകാശം പറയാം. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വാങ്ങിച്ച പ്രോപ്പർട്ടി ആണെങ്കിൽ പലപ്പോഴും ആ പ്രോപ്പർട്ടിയുടെ EMI ആയിരിക്കില്ല, ചിലപ്പോൾ ആരെങ്കിലും ഒരാളായിരിക്കും EMI അടച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കോടതി ഡിസൈഡ് ചെയ്യുക? കോടതികളിൽ എപ്പോഴും തെളിവാണ് വേണ്ടത്. അപ്പം നമ്മളുടെ ഒരു ഗോൾഡോ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷോ അതിനകത്ത് ഉണ്ടെങ്കിൽ അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇദ്ദേഹം ഇത് കഴിഞ്ഞിട്ടാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത് എന്നൊക്കെയാണ് കോടതിക്ക് കണ്ടെത്തുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത്, വിവാഹ സമയത്ത് നമ്മൾ ഇത്ര ഗോൾഡുമായിട്ടാണ് നമ്മൾ വിവാഹത്തിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നത്, അതൊക്കെ ഒരു പ്രിസംഷനായിട്ട് എടുത്ത് മാത്രമേ കോടതിക്ക് അതിനകത്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. EMI അടച്ചിരിക്കുന്നത് മിക്കവാറും ഹസ്ബൻഡ് തന്നെയായിരിക്കും. അപ്പം എല്ലാം കൂടെ ഒരു EMIയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഫസ്റ്റ് ഒരു ഡൗൺ പേയ്മെൻറ്റ്, അതിന് വരുന്ന എല്ലാം കോടതി നോക്കും. അപ്പോൾ ഇവരുടെ ഗോൾഡ് ഉണ്ട് എന്ന് നമ്മൾ ഗോൾഡ് കൊടുത്തു എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. വിവാഹമോചന കേസുകളിൽ ഒരു പ്രധാന കോൺഫ്ലിക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ കസ്റ്റഡിയാണ്.
അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ പരിഗണനകൾ എന്തൊക്കെയാണ്? ഒരു ഗാർഡിയൻ ഒ പി ആണ് ഫയൽ ചെയ്യുന്നത്, ഗാർഡിയൻ വാർഡ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കുട്ടിയെ പറയുന്നത് വാർഡെന്നാണ് പറയുന്നത് കോടതിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഫയൽ ചെയ്താൽ കോടതിയാണ് അതിൻ്റെ ഗാർഡിയൻ. കോടതിക്ക് നിശ്ചയിക്കാം എവിടെയാണ് കുട്ടിയുടെ വെൽഫെയർ എന്നുള്ളത്. അതിൽ ടെൻഡർ ഏജിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അമ്മയുടെ കൂടെ തന്നെയായിരിക്കും കുട്ടികളെ കൊടുക്കുന്നത്. അങ്ങനെ നിയമമുണ്ടോ? നിയമമല്ല, വെൽഫെയർ ഓഫ് കാരണം കൊച്ചു കുട്ടിക്ക് ഇപ്പോൾ വേണ്ടത് അമ്മയുടെ ഒരു സംരക്ഷണമാണെങ്കിൽ അത് കോടതി അത് മനസ്സിലാക്കും. കോടതി ഇൻറ്ററാക്ട് ചെയ്യും, നല്ല രീതിയിൽ കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് കുട്ടി പറയുകയാണ് എനിക്ക് കുറച്ച് അച്ഛൻ്റെ, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കതൊന്നും കോടതിക്ക് പറയാൻ പറ്റില്ല, കാരണം കാണുമ്പോഴേ കരയും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആദ്യമേ ഒരു എന്താ പറയുക, അച്ഛനാണ് കസ്റ്റഡി ചോദിക്കണമെങ്കിൽ കുറച്ച് നാൾ കോർട്ട് പ്രിമൈസിൽ തന്നെ കാണിക്കും, കാരണം ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ. അതിനുശേഷം പിന്നീട് അതിൻ്റെ സമയത്തിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് ഇത്തിരി കൂട്ടി പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആക്കി ഒന്ന് കൊണ്ടുപോകാനൊരു അവസരം കൊടുത്ത് കുട്ടിയായിട്ടൊരു ഒന്ന് ഇണങ്ങണം. കാരണം ചില കേസിൽ പ്രഗ്നൻ്റ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് കോടതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ കുട്ടി അച്ഛനുമായിട്ടൊന്ന് ഇണങ്ങുക. അമ്മയാണ് അവകാശപ്പെടുന്നതെങ്കിൽ ഇതുപോലെ തന്നെ കുട്ടി അമ്മയുടെ അടുത്ത് പോകുന്നില്ല എങ്കിൽ കോടതി ആദ്യം ഒന്ന് കോർട്ട് പ്രിമൈസസിലെല്ലാം കൊടുക്കും. മോസ്റ്റ് പ്രോബബ്ലി എല്ലാ കേസിലും കുട്ടികൾ അത്യാവശ്യം ഒന്ന് രണ്ട് കൂട്ടരുമായിട്ട് ഇണങ്ങും. പിന്നെ ഈ ബ്രെയിൻ വാഷിംഗ് ഉണ്ട്, അതുകൊണ്ട് കോടതി അത് മനസ്സിലാക്കി ഇൻട്രാക്ട് ചെയ്തിട്ട് കോടതി ഒരു പിന്നെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേണമെങ്കിൽ ചില കുട്ടികൾ അച്ഛനെ കാണുമ്പം ഒന്നുമില്ലെങ്കിലും ഒരൊറ്റ കരച്ചിലങ്ങ് അറിയും, കാരണം അത് സ്ട്രെയിഞ്ചർ എന്നുള്ള രീതിക്ക്. അപ്പോൾ കോടതി പറയും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എടുക്കൂ, അതിനുശേഷം അച്ഛനും അമ്മയും ഒരു പേരൻ്റ് കൗൺസിലിംഗ് എല്ലാം നടത്തിയിട്ട് പോകാൻ പറയും. അങ്ങനെയാണ്. കസ്റ്റഡി വരുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കസ്റ്റഡിയുടെ ഇതിലാണ്. നമുക്ക് ഒരിക്കൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിക്കായിരിക്കും കുട്ടികൾ പെരുമാറുന്നത്. കുട്ടികളിപ്പോൾ തുല്യമായിട്ട് അച്ഛൻ്റെ അമ്മയും അടുത്ത് മാറി മാറി താമസിക്കും, അങ്ങനെ സംവിധാനമില്ല. കുട്ടികളുടെ എഡ്യൂക്കേഷനെ അതെല്ലാം ബാധിക്കും. കാരണം അച്ഛൻ ചിലപ്പം ഇപ്പം ട്രിവാൻഡ്രത്തുള്ള അച്ഛനാണ്, എറണാകുളത്തുള്ള അമ്മയാണെങ്കിൽ ഒരു 6 മാസം അച്ഛൻ്റെ കൂടെ 6 മാസം അമ്മയുടെ കൂടെ എന്ന് പറയാൻ പറ്റില്ല. വെക്കേഷനുകളിൽ മാത്രമാണ്. അതായത് ഇപ്പം നോർമലി കോടതികളെല്ലാം ചെയ്യുന്നത് വൺസ് ഇൻ എ മന്ത് ഒരു വീക്കെൻഡ് കൊടുക്കുക, പിന്നെ ഓണം ഒരു 5 days, ക്രിസ്മസ് 5 days, പിന്നെ സമ്മർ വെക്കേഷൻ ഏപ്രിൽ ഒരു 10 days, മെയ് ഒരു 10 days, ഇങ്ങനെയൊക്കെയാണ് ഒരു പാറ്റേൺ ആയിട്ട് വരുന്നത്. അതല്ല എങ്കിൽ ചില കുട്ടികൾ ഞാൻ 2 മാസവും അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ കോടതിക്ക് വിടുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ കുട്ടികളുടെ ഒരു കൺസെൻറ്റും കുട്ടികളുടെ ഒരു വെൽഫെയറും എല്ലാം അവിടെ പ്രധാനം. കുട്ടികളാണ് കോടതി നോക്കുന്നത്, അച്ഛൻ്റെ അമ്മയുടെയും വാശി അവിടെ ഒരു ഘടകമല്ല. ഇങ്ങനെ മാറി മാറി കസ്റ്റഡി കൊടുക്കുന്ന കാര്യം പറഞ്ഞു. പക്ഷെ അപൂർവം കേസുകളിലെങ്കിലും എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ട് ഒരു രക്ഷിതാവിൻ്റെ മാത്രം കസ്റ്റഡി മതി എന്ന് കോടതിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? വിസിറ്റേഷൻ ഒരിക്കലും ഡിനേ ചെയ്യാൻ പറ്റില്ല. സോൾ കസ്റ്റഡി, പെർമനന്റ് കസ്റ്റഡി വിത്ത് ദി മദർ എന്ന് പറയാം, അല്ലെങ്കിൽ ഫാദർ എന്ന് പറയാം. അതിന് കോടതിക്ക് അത്രയും വാലിഡ് ആയിട്ടുള്ള എവിഡൻസ് വേണം. കാരണം ഇവർക്ക് കുട്ടിയെ നോക്കാൻ പറ്റില്ല. ഇവർ ഒരു വീട്ടിൽ കൊണ്ടു ചെന്നാൽ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും മെൻ്റലി പ്രോബ്ലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിമിനൽ കേസിൽ ആരെങ്കിലും ഒരാൾ ഇതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഓവർനൈറ്റ് ഡിനേ ചെയ്യാൻ പറ്റും. ഈ വിവാഹമോചന കേസിലെ ഒരു പ്രധാന ഘടകം കുട്ടികളുടെ മെയിൻ്റനൻസ് കൂടിയാണ്. അതെങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത്? എത്ര കാലത്തേക്കാണ് അത് കൊടുക്കപ്പെടുന്നത്? 125, അതായത് CRPC, ഇപ്പോൾ BNSS എന്നാണ് പറയുന്നത്. അത് പ്രകാരം 125 പ്രകാരം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും 18 വയസ്സ് വരെയാണ് നിയമം പറയുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കൊടുക്കണ്ട. പക്ഷേ ഹിന്ദു മെയിൻ്റനൻസ് ആൻഡ് അഡോപ്ഷൻ ആക്ട് പ്രകാരം ഈ പറയുന്ന 18 വയസ്സ് കഴിഞ്ഞാലും പെൺകുട്ടിയായാലും പെൺകുട്ടിക്ക്, ആൺകുട്ടിക്കല്ല പെൺകുട്ടിക്ക് ചോദിക്കാം. കൂടാതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്, മാരേജ് എക്സ്പെൻസസ് കാര്യങ്ങളെല്ലാം ചോദിക്കാം, പെൺകുട്ടികൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 125, അതായത് ഈ ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് 18 വയസ്സ് വരെ രണ്ടുപേർക്കും ഉള്ളൂ. ഈ വിവാഹമോചന കേസിൽ ഒരു പ്രധാന കണ്ടസ്റ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത് സ്ത്രീധനവും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ, കാറടക്കമുള്ള സംഗതികളും അതൊക്കെയാണ്. അതൊക്കെ ഇവർ വാങ്ങിച്ചു വെച്ചു എന്നുള്ളതൊക്കെയാണ് പിന്നീട് വരുന്ന ആക്ഷേപങ്ങൾ. ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രോസസ്സ് സ്വാഭാവികമായിട്ടും വിവാഹമോചനത്തിന്റെ ഭാഗമായിട്ട് നടക്കും. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു വക്കീൽ എന്ന നിലയ്ക്ക് നേരിടുന്നത്? പാട്രിമണിയാണ് പറയുന്നത്. കാരണം ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്. അപ്പോൾ പാട്രിമണി ആയിട്ടാണ് എല്ലാം കൊടുക്കുന്നത്. ഈ ഗോൾഡ് കൊടുക്കുന്നതും ക്യാഷ് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ പറയുന്നത് ഷെയർ ആയിട്ട് കൊടുക്കുന്നു സ്ത്രീക്ക്.
അത് വിവാഹശേഷം മിക്ക കേസിലും പറയുന്നത് ഞാൻ വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ ഇത് എൻട്രസ്റ്റ് ചെയ്തു, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ എൻട്രസ്റ്റ് ചെയ്തു. അത് സെപ്പറേഷൻ ആകുന്ന സമയത്ത് തന്നിട്ടില്ല എങ്കിൽ, കൊടുത്തു എന്ന് നമ്മൾക്ക് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പിന്നെ ഗോൾഡിൻ്റെ ബില്ല് കാര്യങ്ങളെല്ലാം കാണിക്കാം. കൊടുത്തു എന്ന് കാണിച്ച് നമുക്കത് ഈ റിക്കവറി ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ആൻഡ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാം. ഇങ്ങനൊരു കേസുമായിട്ട് ഒരു പാർട്ടി മുന്നോട്ട് വന്നു, അയാൾ നോട്ടീസ് അയച്ചു, പക്ഷെ മറ്റേ പാർട്ടി ഇതൊന്നും കൈപ്പറ്റുകയോ ഇതിനോട് സഹകരിക്കാൻ തയ്യാറാവുകയോ ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും? ഒരു നോട്ടീസ് ആദ്യം അയച്ചു, സെക്കൻഡ് നോട്ടീസ് പോയി. ഇവര് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, അൺക്ലെയിംഡ് ആക്കാം, അവർക്ക് ഇതിൻ്റെ ഉള്ളിലെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് തിരിച്ചുവിടാം. അവർക്കറിയാം ഇതെനിക്ക് എതിരെയുള്ള ഡിവോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി കോഡ് മാറ്റർ ആണെന്ന്. സെക്കൻഡ് തിങ്, അവർക്കിത് ഇവിടെ ആളേ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാം. ഇത് രണ്ടായാലും കോടതി ഒരു പ്രാവശ്യം കൂടെ അവിടെ കൊണ്ടുപോയി അഫിക്സ് ചെയ്യാൻ പറയും, അയാളുടെ ലാസ്റ്റ് നോൺ അഡ്രസ്സിൽ, ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും വൈഫിൻ്റെ ആണെങ്കിലും. എന്നിട്ട് പേപ്പറിലൊരു പരസ്യം കൊടുക്കാൻ പറയും. അതും കഴിഞ്ഞിട്ട് വരുന്നില്ല എങ്കിൽ ആ പാർട്ടിയെ കേൾക്കാതെ ഇവരെന്താണോ പ്രെയർ ചോദിച്ചിരിക്കുന്നത് ആ പ്രെയർ നമുക്ക് അനുകൂലമായിട്ട് തരാൻ വേണ്ടി കോടതി വിധിക്കും, നമുക്ക് അനുകൂലമായിട്ട് ആ കേസ് വിധിക്കും. ജനാധിപത്യ സമൂഹത്തിൽ, ഒരു പുരോഗമിച്ച സമൂഹത്തിൽ ഡിവോഴ്സുകളുടെ എണ്ണം കൂടുന്നത് നല്ല ലക്ഷണമാണോ മോശം ലക്ഷണമാണോ? ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത ടോക്സിക് ആയിട്ടുള്ളവരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. രണ്ടുപേർക്കും സമാധാനമായിട്ടൊരു ജീവിതം വേണമെങ്കിൽ, നല്ലൊരു ലൈഫ് വേണം, പീസ്ഫുൾ ആയിട്ട് ലൈഫ് വേണമെങ്കിൽ അവരത് തിരിച്ചറിഞ്ഞ് വളരെ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. അല്ലാതെ ഈ ചെറിയ ജീവിതത്തിൽ കിടന്ന് അടിപിടി കൂടിയിട്ട് വെറുതെ ഡിപ്രഷനിലേക്ക് പോവുക അങ്ങനെയൊന്നും ആവശ്യമില്ല. അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടല്ലോ രണ്ടുപേർക്കും. ചേരാത്തവർ തമ്മിൽ പിരിയട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ ഈ ജനാധിപത്യ സമൂഹത്തിൽ. അങ്ങനെ തന്നെയാണ് നല്ലത്. പലപ്പോഴും അപ്പോൾ പുതിയ വിവാഹങ്ങളിലൊക്കെ കാണുന്നത് ഇപ്പം യോജിച്ചു പോകാൻ പറ്റുന്നില്ല എന്നൊരു കാരണം, പക്ഷെ അതൊരു വാലിഡ് ഗ്രൗണ്ട് ആണോ? ബ്രേക്ക് ഡൗൺ എന്നുള്ളത് ഒരു വാലിഡ് ഗ്രൗണ്ട് അല്ല. സുപ്രീം കോടതിക്ക് വാലിഡ് ഗ്രൗണ്ടാണ്, നമുക്ക് അത് വാലിഡ് ഗ്രൗണ്ട് അല്ല. യോജിച്ച് പോകാൻ പറ്റുന്നില്ല എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്രൂവൽറ്റിയോ അഡൽട്ടറിയോ അല്ലെങ്കിൽ ഡെസേർഷനോ എന്തെങ്കിലും ഒരു ഗ്രൗണ്ട് അവിടെ നല്ലപോലെ കോൺക്രീറ്റ് ഗ്രൗണ്ട് ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഒരു ഡിവോഴ്സിനൊരു ഗ്രൗണ്ട് ആവുള്ളൂ. IT ഫീൽഡിലും അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ഇവർക്ക് യോജിച്ച് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ എല്ലാവരും ജോയിൻറ്റ് പെറ്റീഷനിലേക്കാണ് മോസ്റ്റ് പ്രോബബ്ലി വരുന്നത്. ഒരു 3-4 കൊല്ലങ്ങളായിട്ട് നമുക്ക് കണ്ടസ്റ്റ് മാറ്ററിനേക്കാളും കൂടുതൽ വരുന്നത് ജോയിൻറ്റ് പെറ്റീഷനാണ് വരുന്നത്. നല്ല രീതിയിൽ അവർ സംസാരിച്ച് വളരെ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കഴിഞ്ഞ് രണ്ടുപേരും ഹഗ് ചെയ്ത് പോകുന്ന സീനുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് തന്നെ സന്തോഷം തോന്നാറുണ്ട്, കാരണം അവർ ശത്രുക്കളായിരിക്കേണ്ടവരല്ലല്ലോ. ഇത്രയും കാലത്തെ ഒരു അഭിഭാഷക ജീവിതത്തിനിടയ്ക്ക് കോടതി മുറിയിൽ വെച്ച് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വളരെ ഇമോഷണൽ ആയിട്ട് സ്വാധീനിച്ച എന്തെങ്കിലും സംഭവങ്ങൾ ഓർക്കാൻ പറ്റുമോ? ഒരു ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തു, ഹസ്ബൻഡും വൈഫ് ഒരു 40-45 അവർ ഡിവോഴ്സിന് വന്നു. ഡിവോഴ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എൻക്വയറി, അതായത് എവിഡൻസ് എൻക്വയറി എന്നാണ് പറയുന്നത്. രണ്ടുപേരെയും മൊഴിയെടുത്ത് ഇനിയൊന്നും ഒരു റീയൂണിയൻ ഇല്ല എന്ന് കോടതി മനസ്സിലാക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്ന് സൈനും ചെയ്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വൈഫിൻ്റെ കവളത്തൊന്ന് വെറുതെ പോട്ടെ സാരയില്ല എന്ന് ആ ഒരു കാര്യം പറഞ്ഞതോടുകൂടി അത് റീയൂണിയനായി. അത് വളരെ ഒരു ടച്ച്, ആ സീൻ കണ്ടാലേ നമുക്ക് അത് ഇന്നും നമുക്ക് ഒരിക്കലും കാരണം ആ കുട്ടികളുടെ ഒരു അവരുടെ ഒരു സന്തോഷം, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നു, ഈ ഒരു തലോടൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കോടതി പോലും വരേണ്ടി വരില്ല. പക്ഷേ അതൊരു വല്ലാത്തൊരു, നമുക്ക് പോലും ഒരു ഇമോഷണലി നമ്മളെ അത് വല്ലാണ്ട് സ്വാധീനിച്ചൊരു സംഭവമാണത്.